മഴക്കാലം നമ്മുടെയൊക്കെ മൂഡിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ചിലർക്ക് മഴ സന്തോഷമായിരിക്കും, ചിലർക്ക് ആങ്സൈറ്റി ആയിരിക്കും, ചിലർക്ക് വിഷാദമായിരിക്കും. എന്തുകൊണ്ടാണ് മഴ നമ്മളെ ഇത്തരത്തിലൊക്കെ ബാധിക്കുന്നതെന്ന് സംസാരിക്കാൻ നമ്മളോടൊപ്പം സൈക്കോളജിസ്റ്റ് അനു സൂരജ് ചേർന്നു. നമസ്കാരം. നമസ്കാരം ക്രിസ്റ്റീന. മഴക്കാലം തുടങ്ങുമ്പോൾ ചിലരുടെ മൂഡിനെ അത് കാര്യമായി ബാധിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ മൂഡിനെ ഇങ്ങനെ മഴക്കാലം ബാധിക്കുന്നത്? ഇതിന്റെ പിന്നിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ആക്ച്വലി ശരീരവും മനസ്സും നമ്മുടെ പരിസ്ഥിതിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മഴ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും എല്ലാവരും അകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞൊരു അവസ്ഥ കുറച്ച് കൂടുതലായിട്ട് വരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കൊള്ളില്ല. അപ്പോൾ സൺലൈറ്റ് ആക്ച്വലി നമ്മുടെ മൂഡിനെ സ്വാധീനിക്കും. ഇപ്പൊ സെറോട്ടോണിൻ റിലീസ് വരുന്നത് സൺലൈറ്റിലൂടെയാണ്. അപ്പോൾ അത് ഉണ്ടാവില്ല, അത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് മൂഡ് സ്വിങ്സും അങ്ങനത്തെ കാര്യങ്ങൾ വരാം. പിന്നെ പുറത്തു ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരായിട്ടുള്ള ഇടപഴകലുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സോഷ്യൽ ഇന്ററാക്ഷൻ കുറയുമ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം വരാം. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരോട് സംവദിക്കുമ്പോഴും കിട്ടുന്ന ഒരു ആശ്വാസമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറഞ്ഞ് പോവും ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമുക്ക് മൂഡിനെ അത് അഫക്റ്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഫുള്ളി നെഗറ്റീവ് ആണെന്ന് പറയാനും പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ കൂടുതൽ ക്രിയേറ്റിവിറ്റി വരുന്നത് മൺസൂൺ സീസണിലാണ്. ആൾക്കാർ കൺഫൈൻമെന്റിൽ പോകുമ്പോൾ കൂടുതലായിട്ട് എഴുതാനും ഒക്കെ അവർ നോക്കും. അപ്പോൾ എഴുത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കുറേ വരും. ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള മൂഡും വരും. ലൈക്ക് ചൂടാകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹീറ്റ് ടോളറൻസ് ബുദ്ധിമുട്ടുള്ളവർക്ക് ഓപ്പോസിറ്റ് ഇഫക്റ്റും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പോസിറ്റീവ് വൈബ്സും പറയാറുണ്ട്. നമുക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഡിസോർഡറുകൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മഴക്കാലമാണ്, വീടിനുള്ളിൽ ഇരിക്കുന്നു, അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് ആക്ച്വലി സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ഞങ്ങളുടെ മാനുവലിലൊക്കെ ലിസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതായത് ഈ സീസൺസ് മാറുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സ്ട്രീം വിൻ്റർ ഒക്കെ എടുക്കുവാണെങ്കിൽ, ഇപ്പം ഇന്ത്യക്ക് പുറത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ചില രാജ്യങ്ങളിലൊക്കെ ഭയങ്കര എക്സ്ട്രീം വിൻ്ററാണ്. അപ്പോൾ ഫുൾ ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന കാലാവസ്ഥ, മരങ്ങളിലെ ഇലകൾ ഉണ്ടാവില്ല, ഫുള്ള് വൈറ്റ് ആണ്. അപ്പോൾ ഈ എല്ലായിടത്തും ഈ വൈറ്റ് കാണുമ്പോൾ പലർക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരും. ഈ പുറത്തേക്ക് പോകാൻ പറ്റാതെയും എക്സ്ട്രീം വെതറാകുമ്പോൾ ഒട്ടും തന്നെ പുറത്തു പോകാൻ പറ്റില്ല. അപ്പൊ അകത്ത് തന്നെ കൺഫൈൻഡ് ആയിട്ട് ഇരിക്കുന്ന അങ്ങനെ. ഇപ്പൊ നമ്മുടെ രാജ്യത്തിൽ ഇപ്പൊ മൺസൂൺ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ ആസച്ച് നമ്മുടെ ഒരു മാനുവലിൽ ഇങ്ങനെ ഒരു മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമൊന്നും ഇല്ല. പക്ഷെ അത് ആൾക്കാരെ ഇതുപോലെ തന്നെ ബാധിക്കും. ആക്ച്വലി മഴ പെയ്യുമ്പോൾ വരുന്നുള്ള ബുദ്ധിമുട്ടും. അപ്പോൾ നമുക്കതൊരു ഡിസോർഡർ എന്ന് പറയാൻ പറ്റില്ല. അത് എത്രത്തോളം ഒരാളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നു, അവർ ഫങ്ഷൻ ചെയ്യുന്ന കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിട്ട് നമുക്കത് പറയാം. മഴക്കാല വിഷാദം എന്ന് കേൾക്കാറുണ്ട്. ഇപ്പം എല്ലാവരിലും ഈ മഴക്കാല വിഷാദം ഉണ്ടാവുമോ? ഇല്ല, എല്ലാവർക്കും ഒന്നും ഇത് ഉണ്ടാവാറില്ല. പക്ഷെ ഒരു പെർട്ടിക്കുലർ ക്ലൈമറ്റ് വരുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഭയങ്കരമായിട്ട് സോഷ്യലി ഇന്ററാക്ട് ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആൾക്കാരുടെ ഇടയിലൂടെ തന്നെ എനർജി കിട്ടുന്ന സോൾസ് ഉണ്ട്. അതായത് പീപ്പിൾ ലവിങ് അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽസ് ഉള്ളവർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് അത്രയും ഇന്ററാക്ഷൻ, ആ എനർജിയും അവിടെ നിന്ന് ഊർജം കിട്ടുന്ന ആൾക്കാരിൽ സംവദിക്കുമ്പോഴാണ്. അതില്ലാതെ വരുമ്പോൾ അവർക്ക് നേരെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് സംഭവിക്കാം. അപ്പം ഈ പറഞ്ഞ മാതിരി ഒരു സാഡ്നെസ്സും അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് വരാം. പിന്നെ ഈ കാര്യങ്ങളെല്ലാം കുറേ ദിവസത്തേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളൂ. അതിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു ദിവസം ഇത്തിരി നേരമൊക്കെ ആണെങ്കിൽ അതൊരു പ്രശ്നമൊന്നുമില്ല. സാധാരണ നമുക്കൊരു മടി അനുഭവപ്പെടുമല്ലോ. ഇപ്പം മഴ പെയ്യുന്നു, നമുക്ക് പുതച്ചു മൂടി കിടക്കാനൊക്കെ തോന്നുന്നു, ഒരു ഒന്നും ചെയ്യാൻ തോന്നാതെ റൂമിനുള്ളിൽ അടഞ്ഞു കിടക്കാൻ നമുക്ക് തോന്നുന്നൊരവസ്ഥ, ഒരു മടി. അത് എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറിന്റെയോ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ സഹായം തേടേണ്ടത്? എത്ര ദിവസം നമ്മൾ അങ്ങനെ ഇരുന്നാലാണ്? അതൊരു 2 ആഴ്ചയ്ക്ക് മേലെയൊക്കെ, 1-2 ആഴ്ചയ്ക്ക് മേലെ കണ്ടിന്യൂസ്ലി നമുക്കൊരു മോട്ടിവേഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റായിക വരിക, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലായിക വരിക. പിന്നെ കുട്ടികൾക്കാണെങ്കിലും സ്കൂളിൽ പോകാനുള്ളൊരു മടിയും, ആൾക്കാരായിട്ട് ഇടപഴകാനുള്ള മടിയും, പുറത്തേക്ക് ഇറങ്ങാനുള്ള മടി, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കങ്ങനെ പറയാറുണ്ട്. ജനറലി ഇപ്പം നമുക്ക് മഴക്കാലത്ത് എഴുന്നേക്കാൻ ഒരു വിഷമം വരാറുണ്ട്. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് മാറുന്നതുകൊണ്ടാണത്. അപ്പം അതിൻ്റെതൊരു അവസ്ഥ. പക്ഷെ നമുക്കൊരു 2 വീക്സിനൊക്കെ മേലെ കണ്ടിന്യൂസ്ലി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരാളെ കൺസൾട്ട് ചെയ്താൽ മതിയായിരിക്കും. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നമുക്കൊരു ഇഷ്യൂ ഉണ്ടാവുന്നു, നമ്മളൊരു അപ്പ് ആൻഡ് ഡൗൺ സ്റ്റേജില്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു 2 വീക്സ് സമയം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഒരു എക്സ്പേർട്ടിന്റെ സഹായം സീക്ക് ചെയ്യുന്നതായിരിക്കും അല്ലേ കുറച്ചും കൂടെ നല്ലത്? ഞാൻ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ്ലി ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ
അതായത് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ മാത്രം നമ്മൾ അങ്ങനെ ഒരു ഇതിലോട്ട് പോയാൽ മതി. ജനറലി എന്ത് കാലാവസ്ഥ മാറുമ്പോഴും നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് മാറും. അപ്പം നമ്മുടെ റിതം മാറും, നമ്മൾ എഴുന്നേൽക്കുന്ന സമയം മാറാം, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം മാറാം. ആ ബയോളജിക്കൽ ക്ലോക്ക് മാറുന്ന അനുസരിച്ചിട്ട് എല്ലാം മാറും നമ്മുടെ. അപ്പൊ അതിന് നമ്മളൊന്ന് പ്രിപ്പയർഡ് ആവണമെന്നേ ഉള്ളൂ. അതുപോലെ മഴക്കാലത്ത് നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നുക, കൂടുതൽ ഉറങ്ങാൻ തോന്നുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പം ആളുകളോട് സംസാരിക്കാതിരിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം ഇത്തരം മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത്? ഇതെല്ലാം ഈ മഴയിനുള്ളിൽ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണോ? വീടിന് അങ്ങനെയും വരാം. നമുക്കിപ്പോ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ് റിലേറ്റഡ് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു ഇൻക്ലിനേഷൻ കൂടുതലായിരിക്കും. അത് വേണം എന്നുള്ളൊരു സാധനം. പിന്നെ നമ്മുടെ ഊർജ്ജം കുറവായിരിക്കുമല്ലോ ആ സമയത്ത്. അപ്പൊ അത് കൂട്ടാനായിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ബോഡിക്ക് വേണ്ട സാധനങ്ങൾ ബോഡി ചോദിക്കും നമ്മളോട്. അതായത് ഇപ്പൊ ഫുഡ് ആണെങ്കിൽ ഫുഡ്, അപ്പൊ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു സാധനം. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ഓവർ ഈറ്റിംഗ് വരാം. പിന്നെ അകത്തിരിക്കല്ലേ, അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അപ്പൊ ആൾക്കാരെല്ലാം അതിനകത്തിരിക്കുമ്പോൾ ഈ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമുക്ക് തന്നെ വലിയ ബോധമൊന്നുമില്ല, നമ്മൾ ബിഞ്ച് വാച്ചിങ്ങും ചെയ്യും, ബിഞ്ച് ഈറ്റിങ്ങും ചെയ്യും അതിൻ്റെ ഒപ്പം. അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് കഴിക്കുക എന്നുള്ളത്. അത്ര മൈൻഡ്ഫുൾ ആയിട്ടല്ല കഴിക്കുന്നത്. അപ്പൊ അതും നമുക്കൊരു സ്ട്രെസ് ഈറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ കാലാവസ്ഥ മാറുന്നതിന്റെ ഒരു ഇഫക്റ്റ് ആയിട്ട് വരാം അത്. അതുപോലെ ഈ മഴക്കാലം അല്ലെങ്കിൽ ഈ കാലാവസ്ഥ മാറ്റം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വീട്ടിലിരിക്കുന്ന ആളുകളാണ്, ജോലിക്ക് പോകാൻ പറ്റാത്തവരെയാണെന്ന് തോന്നാറുണ്ട്. കാരണം പ്രായമായവര്, അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകള്, കുഞ്ഞു കുട്ടികൾ, പുറത്തിറങ്ങാൻ കളിക്കാൻ പറ്റാത്ത കുട്ടികള്, ഇവരുടെയൊക്കെ മാനസികാരോഗ്യത്തെ ഇതെങ്ങനെ ബാധിക്കും? നമ്മൾ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ടോ? നമ്മൾ മഴക്കാലം വരുന്നതിന് മുന്നേ ആക്ച്വലി കുറച്ച് അതിന് റെഡി ആവുക എന്ന് പറയില്ലേ. പണ്ടൊരു കഥയുണ്ടല്ലോ, ആന്റിന്റെ കഥയില്ലേ, എല്ലാം കൂടി അത് ശേഖരിച്ചു വെക്കും അതിന്റെ ഫുഡ്. കാരണം അതിന് മഴക്കാലം വരുമ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ അവസ്ഥ അത്രയും മോശമല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ജനറലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എടുക്കുവാണെങ്കിൽ ഇപ്പോൾ IT പ്രൊഫഷണൽസ് വരെ അവർക്ക് ബുദ്ധിമുട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കൊച്ചി ബേസ് ചെയ്ത് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, ഇവിടെ എല്ലാം ഫ്ലഡഡ് ആണ്. പെട്ടെന്ന് ഫ്ലഡഡ് ആയി പോകുന്ന ഒരവസ്ഥ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ റീസെന്റ്, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അങ്ങനെ. അപ്പം പാർക്കിംഗ് ചെയ്യാൻ പറ്റാതെ വരിക. അപ്പൊ ഇവർക്കൊരു മടി വരും പോവാൻ. പിന്നെ ഈ പറഞ്ഞമാതിരി വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, അത്ര പ്രശ്നമില്ല. ബട്ട് ദെൻ വർക്ക് ഫ്രം ഹോം വരുമ്പോഴത്തേക്കും അതിൻ്റെതായ വേറെ ടെൻഷനും കാര്യങ്ങളും അവർക്കും വരും. അപ്പോൾ നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ക്രിസ്റ്റീന ചോദിച്ചത് കുട്ടികളാണ്. കുട്ടികൾക്ക് അത്യാവശ്യം പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും പുറത്തേക്ക് ഇറങ്ങി ഭയങ്കര ഫിസിക്കലി ആക്റ്റീവായിട്ട് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ കളിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അത് ബുദ്ധിമുട്ട് വരും. അത് പാരൻസിനെയും ബുദ്ധിമുട്ടിലാക്കും. കാരണം ഇവരുടെ എനർജി അങ്ങോട്ട് എക്സ്പെൻഡ് ആവുന്നില്ല. അപ്പോൾ വീട്ടിൽ ടാൻഡ്രംസ് ഒക്കെ ചിലപ്പോൾ കൂടാം. കാരണം അത് എക്സ്പ്രസ് ചെയ്യാനൊന്നും പ്രോപ്പർലി കുട്ടികൾക്ക് അറിയില്ലെങ്കിൽ അത് പ്രോബ്ലംസിലോട്ട് കൊണ്ടുപോകും. വീട്ടമ്മമാർ ഇതെങ്ങനെയാ ബാധിക്കുക? കുട്ടികളുടെ ഒരു വഴക്ക് മാത്രമേ അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ളൂ? അതോ ഒന്നും ചെയ്യാൻ പറ്റണില്ല, ആൾക്കാരെ കാണാൻ പറ്റണില്ല, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാനൊരു മടി, അങ്ങനത്തെ കാര്യങ്ങൾ അവർക്കും അനുഭവപ്പെടാലോ. അപ്പം അവരെ ഏതൊക്കെ തരത്തിൽ ഇത് ബാധിക്കും? വീട്ടമ്മമാരെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഫുള്ളി ഒരു ഹോം മേക്കിംഗ് ഇതാണെങ്കിൽ പോലും വീട്ടിന്റെ ആവശ്യങ്ങൾക്കും എല്ലാത്തിനും അവർ പുറത്തിറങ്ങുമല്ലോ. ആക്ച്വലി അത് ബാക്കിയുള്ള പ്രൊഫഷനെക്കാട്ടിലും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണെന്ന് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും. കാരണം ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്. അതിന് പ്രത്യേകിച്ച് അവർക്കൊരു എന്താ പറയാ, ഒരു സാലറിയോ റിവാർഡോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ഇപ്പം വീട്ടിൽ ജോലി എടുക്കുന്നവർക്ക് ഇപ്പം നമ്മൾ ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ടൊരു അപ്രിസിയേഷനും അവരുടെ വർക്കൊക്കെ അക്നോളജ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് അത് തന്നെ മതി. ധാരാളം മിക്ക ആൾക്കാർ ഒരു വേർഡ് ഓഫ് പ്രൈസ് മതിയല്ലോ. പക്ഷെ അതിലും ഒന്നും കിട്ടുന്നില്ല. അവരിങ്ങനെ ചെയ്തു പോകുന്നു. അപ്പൊ അവർക്ക് ചിലപ്പോൾ സന്തോഷം കിട്ടുന്നത് 4 ആൾക്കാരെ കാണുമ്പോഴായിരിക്കാം. ഇപ്പൊ ഫ്രണ്ട്സിനോട് കൂടെ ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പൊ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ, അല്ലെങ്കിൽ വീട്ടിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെയായിരിക്കും അവർ ചിലപ്പോൾ പോകുന്നത്. അതും കൂടി അടഞ്ഞു പോകുമ്പോഴത്തേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അവർക്ക്. ഈ വിഷാദ രോഗമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു വിഷമം ഉണ്ടാവുമല്ലോ എപ്പോഴും തന്നെ അവരില്. അപ്പൊ ഈ മൂടിക്കെട്ടിയ കാലാവസ്ഥ, സൂര്യപ്രകാശം കുറഞ്ഞൊരവസ്ഥ, അതൊക്കെ എങ്ങനെയാണ് ബാധിക്കുക? അപ്പൊ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ അവര് പോകണോ, അതോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടി വരുമോ? അല്ല, അത് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിപ്പം മഴക്കാലം എന്നൊന്നുമല്ല. ഇപ്പം നമുക്കിപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉള്ള അല്ലെങ്കിൽ കൺസേൺസ് ഉള്ള ആൾക്കാർ സ്ഥിരമായിട്ട് അവർ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഫോളോ അപ്പിന് പോകുന്നത് എപ്പോഴും നല്ലതാണ്. അതാ ഞാൻ പറഞ്ഞ ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കുന്നത് എപ്പോഴും നല്ലതാന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നമ്മളെ തന്നെ അറിയാലോ. ഇപ്പോൾ ഒരാൾക്കിപ്പം ഒരു അവബോധം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ എങ്ങനെയാണ്, എൻ്റെ മൂഡ് എങ്ങനെയൊക്കെ മാറാം, അല്ലെങ്കിൽ
ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നു എന്നൊക്കെ നമുക്ക് സ്വയം ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോവോ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടും ഇപ്പൊ ഓൺലൈനും വെർച്വലിയും എല്ലാം അവൈലബിൾ ആണല്ലോ. ഇപ്പൊ പ്രാക്ടോ എന്നൊക്കെ പറഞ്ഞ ആപ്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് കുറെ ചെയ്യാൻ പറ്റും. ഈവൻ മെഡിസിൻസും ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുന്ന അവസ്ഥ പലയിടത്തും ഞാൻ കാണുന്നുണ്ട്, എസ്പെഷ്യലി അപ്പാർട്ട്മെന്റുകളിലൊക്കെ. അപ്പൊ ബൾക്കായിട്ടൊക്കെ ഓർഡർ കൊടുക്കുമ്പോഴത്തേക്ക് അവര് അവിടെ ഇന്ന ഫ്ലാറ്റിലേക്ക് കൊണ്ട് ഡെലിവർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കാര്യങ്ങൾ ഇപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ ആൾക്കാർക്ക് ചിലപ്പോൾ അത് മടിയും കൂടി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ വന്ന് എത്തുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ പോവണ്ട എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവാം. പിന്നെ അഗെയിൻ കമ്മിങ് ബാക്ക് ടു പോയിന്റ്, അപ്പോൾ അങ്ങനെ ഒരു വിഷാദാവസ്ഥയിലൊക്കെ ഇരിക്കുന്നവർ കണ്ടിന്യൂസ്ലി ഒരു കൺസൾട്ടേഷനും ചെയ്യുന്നതും അല്ലെങ്കിൽ അവർ ആരുടെങ്കിലും ഒന്ന് സംസാരിക്കുന്നതും ഒക്കെ അവർക്ക് നല്ല രീതിക്ക് നല്ലതായിരിക്കാം. ഇപ്പം വെർച്വലി കണക്ട് ചെയ്യാം. ഈ പറഞ്ഞാതിരി ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും ഒരു ഫോൺ കോൾ എവേ ഉണ്ടല്ലോ. അപ്പോൾ ഫോൺ എടുക്കുക, വിളിക്കുക, അങ്ങനെ കുറച്ചൊരു വ്യത്യാസം വരാം അവർക്ക്. ഈ മൂടിക്കെട്ടി വീട്ടിലിരിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്ക് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ലേ? അത്തരം അനുഭവങ്ങൾ ഡോക്ടർ മാമിനോട് ആരെങ്കിലും വന്ന് പറയാറുണ്ടോ? മഴക്കാലം സംബന്ധിച്ച് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഓപ്പോസിറ്റ് ഇപ്പം പറയാം, എന്താ പറയുക, ഇന്ത്യയിലെ പുറത്തുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഇതുപോലെ ഉള്ള സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ അതിന്റെ ഭാഗമായിട്ട് ആൾക്കാർ വന്ന് പറയാറുണ്ട്. കൺഫൈൻമെന്റ് ഒരു പ്രശ്നമാണ്, ജോലിക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഒക്കെ അവർ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പം അതായിട്ടൊരു അങ്ങനെ ഒരു സീസണൽ പ്രോബ്ലം കൊണ്ടിട്ട് സീസൺസ് മാറുന്ന കൊണ്ടിട്ട് ഒരു എന്താ പറയുക ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഒന്നും തോന്നിയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉള്ള ആൾക്ക് ചിലപ്പോൾ അത് കൂടാം, അത്രേ ഉള്ളൂ. അപ്പോൾ അവർ എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുന്നത് നന്നാവുമോ? ഇപ്പോൾ എന്തെങ്കിലും സിനിമ കാണുക, കൂട്ടുകാരോടൊപ്പം എൻഗേജ്ഡ് ആവുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്നത് ഇത്തരം ചിന്തകളിൽ നിന്ന് മാറാനൊരു സഹായകരമാവില്ല? അതായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു ഉപദേശം എന്ന് പറയുന്നത്. അവര് ഇപ്പൊ നമ്മളൊരു കണ്ടീഷൻ ഉള്ള ഒരു ആളുടെ കാര്യമല്ലേ പറയുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും അവരുടെ തെറാപ്പിസ്റ്റ് എന്താണോ സജസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് പോവാന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഫലപ്രദമാവാൻ സാധ്യത കുറവാണ്. ഇപ്പം നമ്മളിപ്പോൾ പോയിട്ട് ഒരാളോട് ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം അധികം അനങ്ങാതെ ഉള്ളിലോട്ടേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് ബ്രീത്തിങ്ങോ അങ്ങനെയുള്ള മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്താൽ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അവർ ഉള്ളിലോട്ട് സഞ്ചരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് ഇൻട്രൂസീവ് ആയിട്ടുള്ള ചിന്തകളും അങ്ങനത്തെ ഉള്ള ഇമോഷൻസ് ഒക്കെ പുറത്തേക്ക് വരാം. അപ്പോൾ ബുദ്ധിമുട്ടിലോട്ട് പോകും. അപ്പോൾ ഇപ്പം ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ഇവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ കയ്യിൽ ഇവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ റാൻഡം ആയിട്ട് എപ്പോഴും ഒരു അൺസോളിസിറ്റഡ് അഡ്വൈസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രവണതയുണ്ട്. ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ അടുത്തൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ അഡ്വൈസ് ഡെഫിനറ്റ്ലി കൊടുക്കും. മിക്ക ആൾക്കാരും ചെയ്യുന്ന നമുക്കത് അവർക്ക് നല്ലത് വരണം എന്ന് ഉദ്ദേശിച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് അവർക്ക് ഉപകാരപ്രദം അല്ലാതാവുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അവരെ ബുദ്ധിമുട്ടിലോട്ട് എത്തിക്കുമല്ലോ. അപ്പൊ അവനവന്റെ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് തന്നെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ മാം പറഞ്ഞ അനുസരിച്ച് എന്തുകൊണ്ടാണ് അതൊന്ന് വിശദീകരിക്കാമോ? ഈ മെഡിറ്റേഷൻ എല്ലാവർക്കും വർക്ക് ആവാതെ വരുന്നത്? നമ്മളെപ്പോഴും പറയില്ലേ, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് അതെല്ലാവരും ഹീൽ ചെയ്യിക്കുന്ന ഒന്നാണെന്നും പറഞ്ഞ് റീലുകളാവുന്നു, ട്രെൻഡ് ആവുന്നു ഒക്കെ ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും മെഡിറ്റേഷനോ യോഗ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നവരാണ്. അപ്പൊ മാം പറയുന്നു മെഡിറ്റേഷൻ ചിലപ്പോൾ എല്ലാവർക്കും അത് പോസിറ്റീവ് ആയിരിക്കില്ല എന്ന്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതായത് ഇപ്പം നമുക്കിപ്പം ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇപ്പം കുറേ നാളായിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള ട്രോമയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും അത് നമ്മൾ ഹീലായിട്ടില്ല. അപ്പൊ ആ സമയത്ത് നമുക്കിപ്പോൾ ട്രോമയുടെ റെസ്പോൺസും കാര്യങ്ങളും എല്ലാം ചിലപ്പോൾ കയറി വരാം. അപ്പൊ നമ്മൾ ഈ CPTSD എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മളിപ്പം എന്താ പറയാ, മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അകത്തോട്ടാണ് സഞ്ചരിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലോട്ട് സഞ്ചരിച്ച് നമ്മളെ തന്നെ നമ്മൾ നോക്കുകയാണ്, ഇൻട്രോസ്പെക്ട് ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് കുറെ സൈലൻസ് ആണല്ലോ. അപ്പൊ കുറെ സമയത്ത് കുറെ അടിഞ്ഞെടുക്കുന്ന ഇമോഷൻസും അതായത് വികാരങ്ങളും ബുദ്ധിമുട്ടുള്ള വികാരങ്ങളും തോട്ട്സും എല്ലാം കൂടി അങ്ങ് ഒറ്റയടിക്കൊന്ന് ഫ്ലഡ് ചെയ്ത് വരാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മളത് സാധാരണ ട്രോമ പേഷ്യൻസിനൊന്നും അത് സജസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് വയസ്സ്. അവരെ കുറച്ചും കൂടെ മാനസിക സംഘർഷത്തിലേക്ക് ഉറപ്പായിട്ടും കൊണ്ടുപോകും. പിന്നെ ആൾക്കാരനുസരിച്ചും ഇരിക്കും. ഇപ്പൊ പേഷ്യൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചിലര് മാം എനിക്കിങ്ങനെ സൈലൻസിൽ ഇരിക്കാൻ പറ്റില്ല, കണ്ണടച്ച് ഇങ്ങനെ ബ്രീത്തിങ്ങിൽ ഇരിക്കാൻ പറ്റില്ല ചിലർക്ക്. ഇപ്പോൾ ഞങ്ങൾ കണ്ണ് തുറന്നു വെച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ അവരുടെ ഒരു കംഫർട്ട് ലെവൽ അനുസരിച്ചാണ് പോകേണ്ടത് ആക്ച്വലി.
ഓക്കെ. ഈ ജോലിക്ക് പോകുന്നവർക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു ഫ്ലഡ് ഉണ്ടാവുന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ വന്നാരെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാറുണ്ടോ? ചില ആൾക്കാർക്ക് ഈ വർക്ക് ഫ്രം ഹോം സിറ്റുവേഷൻ ബുദ്ധിമുട്ടാണ്, ചില ആൾക്കാർക്ക് അത് നല്ലതാണ്. എഗെയിൻ ഇപ്പോൾ നമ്മളൊരു പീപ്പിൾ പേഴ്സൺ ആണെങ്കിൽ നമുക്കിപ്പോൾ നമ്മളൊരു വർക്ക് എൻവയറമെന്റിൽ പോകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൂടെ ഇരിക്കുന്നവരോട് നമ്മൾ സംസാരിക്കുന്നു, കാര്യങ്ങൾ പങ്കുവെക്കുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ നമ്മൾ നടക്കുന്നു. അപ്പോൾ നമ്മുടെ എനർജി ഒന്ന് മാറുവാണ്, നമ്മുടെ ബോഡിയുടെ കെമിസ്ട്രിയും മാറും. നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി ആണല്ലോ നമുക്ക് വരുന്നത്, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം നല്ല രീതിക്ക് പ്രവർത്തിക്കും. അപ്പോൾ അത് ഇല്ലാതെ വരുമ്പോൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. എസ്പെഷ്യലി ഈ പീപ്പിൾ ബൗണ്ടായിട്ട് പോകുന്ന ആൾക്കാർ അവരൊന്നും ഇല്ലാതെ അകത്തിരിക്കുമ്പോൾ പ്രശ്നം വരും. പിന്നെ ബേസിക്കലി നമ്മുടെ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ മെയിൻലി ആൾക്കാർ അനുഭവിക്കുന്നത് ട്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇപ്പം മഴ പെയ്യുമ്പോൾ ആൾക്കാർ കൂടുതലും 2 വീലേഴ്സ് മാറ്റിയിട്ട് 4 വീലേഴ്സ് അല്ലെങ്കിൽ കവേർഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഉപയോഗിക്കും. അപ്പോൾ കൂടുതൽ വെഹിക്കിൾസും റോഡിലോട്ട് ഇറങ്ങും. അപ്പം നമ്മുടെ റോഡുകൾ അറിയാലോ ഇവിടെ, അപ്പം അത്രയും നമുക്ക് എന്താ പറയുക, അത്ര സ്പേസ് ഒന്നും ഇല്ല, ട്രാഫിക് പെട്ടെന്ന് വരും, കൺജസ്റ്റഡ് ആവും. അപ്പോൾ ആകെ മൊത്തം ബഹളമാണ്. പിന്നെ എമർജൻസീസിലാണെങ്കിൽ നമ്മൾ ശരിക്കും പെടും. അപ്പോൾ ഈ ട്രാഫിക്കിൽ തന്നെ നമുക്ക് ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പാനിക്കോ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ആൾക്കാർ ബുദ്ധിമുട്ടാറുണ്ട് വഴിയിൽ കിടന്നിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. നമ്മൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സമയത്ത് കൂടുതലായും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമല്ലോ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ റീല് കണ്ട് തുടങ്ങുന്നതെങ്കിലും നമ്മുടെ മൂഡിനെ കൂടുതൽ ഡിസ്ട്രാക്ട് ആക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കുറച്ചും കൂടെ വേദനിപ്പിക്കുന്ന, അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള റീലുകൾ ഇൻസ്റ്റഗ്രാം അൽഗോരിതം ഒക്കെ നമുക്ക് തന്നു തുടങ്ങുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ മൂഡ് ഓഫിനെയൊക്കെ ബാധിക്കൂല സോഷ്യൽ മീഡിയ ഉപയോഗം? മഴക്കാലത്തെ സോഷ്യൽ മീഡിയ ഉപയോഗവും ഇങ്ങനെ മാനസിക സംഘർഷത്തിന് വഴിയൊരുക്കോ? ഒരുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പല രീതിക്കും ഇപ്പോൾ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു കോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ റീല് സ്ക്രോൾ ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങളിട്ട് നമ്മൾ പോവാറുണ്ട്. ഇപ്പോഴത്തെ ജെൻസി ടേമിൽ അവർ ഡൂം സ്ക്രോളിങ്ങോ അങ്ങനെ എന്തോ ഒരു വാക്ക് ഉപയോഗിക്കാറില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ക്രോളിങ്, അപ്പോൾ അത് ആക്ച്വലി ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മുടെ ജീവിതം എന്താണ്, ബാക്കിയുള്ളവരുടെ ജീവിതം എന്താണ്, പിന്നെ ആൾക്കാരാണെങ്കിൽ എല്ലാം ഒരു പ്രൊജക്ഷൻ പോലെ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നൊരു കാലഘട്ടമാണ്. അപ്പം നമുക്കിപ്പം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഓപ്പോസിറ്റുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ സക്സസ് വന്നില്ല, സമയമെടുക്കുന്നു, ഓപ്പോസിറ്റുള്ള ആൾക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് സക്സസ് വരുന്നു. അതെല്ലാം നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും. പിന്നെ വേറൊരാളുടെ ജീവിതമായിട്ട് നമ്മൾ അയ്യോ ഞാൻ അത്ര എത്തിയില്ലല്ലോ, എനിക്ക് അത്രയും പറ്റുന്നില്ലല്ലോ, അങ്ങനത്തെ ഉള്ള നെഗറ്റീവ് തോട്ട്സ് ഒത്തിരി വരാം. അപ്പം അതും നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കും. ഇനി നമ്മൾ ഓഫീസിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ജീവനക്കാർക്കൊക്കെ ജോലിക്ക് വരാനൊരു മടിയുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് മഴ ആസ്വദിക്കാനായിരിക്കും കൂടുതൽ പേര് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമുക്കൊരു മടി തോന്നൂല പണിയെടുക്കാനും ജോലി എടുക്കാനും ഒക്കെ. അപ്പം ഈ ഒരു സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം കൊണ്ട് മിക്ക IT ഫേംസിലൊക്കെ ഇത് ഞാൻ കണ്ടുവരുന്നുണ്ട്, വെൽനെസ് പ്രോഗ്രാം എംപ്ലോയീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രീക്വന്റ് ആയിട്ടുള്ള ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി, ഒരു ഐസ് ബ്രേക്കർ പോലത്തെ ആക്ടിവിറ്റി, പിന്നെ അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ തന്നെ മാനസികാരോഗ്യത്തിന്റെ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒത്തിരി കൊടുക്കുന്നുണ്ട്. അത് നല്ല സംഭവമാണ്. അതേപോലെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഒരു ഫ്ലെക്സിബിലിറ്റിയും അവിടെ കൊടുക്കുന്നുണ്ട്. 3 days നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫീസിൽ വരാം, 2 days വീട്ടിലിരിക്കാം, അങ്ങനെയുള്ളൊരു ഫ്ലെക്സിബിലിറ്റി അവിടെ കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇത് ചില മേഖലകളിൽ മാത്രമാണ് കൂടുതൽ കണ്ടുവരുന്നത്. സാധാരണ ഇപ്പം ബാങ്കിങ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോയി തന്നെ പ്രവർത്തിക്കണമല്ലോ. അവർക്ക് ഇപ്പോൾ ചില ആൾക്കാർക്കൊന്നും വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ഇല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഫ്രീക്വന്റ് ബ്രേക്സ്, ഇച്ചിരി ഫ്ലെക്സിബിൾ സ്കെഡ്യൂൾസ്, എസ്പെഷ്യലി ഇപ്പം പുതിയ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് ടൈം ആയിട്ട് മദേഴ്സ് ആവുന്നവർ, അല്ലെങ്കിൽ ഇപ്പം എൽഡർലി ഒക്കെ നോക്കുന്ന ആൾക്കാർ, നൈറ്റ് ഷിഫ്റ്റിൽ നിൽക്കുന്നവർക്ക് ഇത്തിരി ഫ്ലെക്സിബിലിറ്റി കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ വെൽനെസ്സിനെ ഫോക്കസ് ചെയ്ത് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. കാരണം എംപ്ലോയീസ് പ്രൊഡക്റ്റീവ് ആയാലേ നമുക്ക് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതുപോലെ നമുക്ക് വേഗം ഒരു നെഗറ്റീവ് തോട്ട് തലയിലേക്ക് വരികയും പിന്നെ നമ്മുടെ മൊത്തം മൂഡിനെ അഫക്റ്റ് ആവുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ആങ്സൈറ്റി വരുന്നു, നമ്മുടെ കണ്ണ് അറിയുന്നു, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് മൊത്തം ഇതിങ്ങനെയായി എന്നൊക്കെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഈ സമയത്ത് നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ട് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
നമുക്ക് ആക്ച്വലി ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് മാജിക് അല്ല, അതൊരു കാര്യമുണ്ട്. അപ്പം നമ്മൾ അത് ആദ്യം മാറ്റി കളയുക. അപ്പൊ ആൾക്കാർക്ക് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്നുള്ളൊരു സംഭവം എല്ലാ മനുഷ്യനും ആക്സെപ്റ്റ് ചെയ്യാൻ ഇതാണ്, വിഷമമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് മാത്രമല്ല, ഡിസ്ട്രെസ് ഉറപ്പായിട്ടും പുറകെ വരുന്നുണ്ട്. പോസിറ്റിവിറ്റി ഉണ്ടോ നെഗറ്റിവിറ്റി ഉണ്ടോ, ഹൈ ഉണ്ടോ ലോ ഉണ്ട്, പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഇരിക്കണം. അത് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ ഹൈയിലും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടും അങ്ങനെ കണ്ടന്റഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള സംഭവം പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള പോസ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ്. PAUSE, പോസ്, സ്റ്റോപ്പ് ചെയ്യുക അവിടെ. അപ്പോൾ ചെയ്യണ്ട, ആ സമയം ബ്രേക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുക. ഇപ്പം നമ്മൾ വർക്കിലാണ് ക്രാഷ് വരുന്നതെങ്കിൽ മൊത്തത്തിൽ ക്രാഷായി പോകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിലും ഭേദം ഒരു 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരുമോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഇതുപോലൊരു ക്രാഷ് വരുമ്പോൾ നമ്മൾ ഒരു ടെക്നിക്ക് പറയാറുണ്ട്, 25 minutes ഓഫ് വർക്ക്, 5 minutes ഓഫ് ബ്രേക്ക്. അത് തന്നെ നമുക്ക് വലിയവർക്കും ചെയ്യാം. അപ്പോൾ ആ ക്രാഷ് വരില്ല, മെന്റൽ ഓവർലോഡ് വന്നിട്ടേ അത് കുറഞ്ഞു പോകും. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് മഴക്കാലത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കാണുന്നതാണ് തുണി ഉണങ്ങാത്ത അവസ്ഥ, വീടൊക്കെ നനഞ്ഞു കിടക്കുന്ന അവസ്ഥ, എപ്പോഴും ഒരു ഈർപ്പം കെട്ടി നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേഷ്യം വരുമല്ലോ. ഈ തുണി ഉണങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലെ എല്ലാവരുടെയും വലിയൊരു തലവേദനയാണ്. അപ്പം ഈ ഒരു ദേഷ്യം കൂടി ഒരു മെന്റൽ സ്ട്രെസ്സിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. നമ്മൾ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ആദ്യം ഫാമിലിയിലുള്ള എല്ലാവരും റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. അപ്പോൾ ഒരാൾക്കൊരു ബേർഡൻ വരില്ല. ഇപ്പോൾ വീട്ടിലെ പ്രൈമറി കാര്യങ്ങൾ ആ വീട്ടിലെ സ്ത്രീയാണ് നോക്കുന്നതെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി അതിലേക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തുണി അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക, അല്ലെങ്കിൽ ഇപ്പോൾ തുണിയുടെ കേസാണെങ്കിൽ ഇപ്പോൾ തുണി ഉണങ്ങാത്തൊരു പ്രശ്നം ഉണ്ടല്ലോ, അപ്പോൾ അതിന് മുൻകൂട്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, പ്ലാനിങ് ചെയ്യാം. അതനുസരിച്ച് നമുക്ക് എന്താ പറയുക, തുണി ഉണക്കാൻ ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ കൺഫൈൻഡ് ആയിട്ടുള്ള സ്ഥലമാണ്, നമുക്ക് തുറന്ന സ്ഥലം ഇല്ല. ഇപ്പോൾ ബാൽക്കണിയിലൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഇപ്പോൾ ഓപ്പൺ ബാൽക്കണി ആണെങ്കിൽ അവിടെ ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അകത്തോട്ടിടും, ഫാൻ ഇടും, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യാൻ അനുവദിക്കണം ആദ്യം. അപ്പൊ ഹെൽപ്പ് ചെയ്യാനും നമ്മൾ ബാക്കിയുള്ളവരും കൂടി ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ആ ഒരു മെന്റൽ സ്ട്രെസ് കുറയും. അപ്പൊ നമ്മൾ ആങ്കർ എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ മാതിരി പ്രൈമറി അല്ല, സെക്കൻഡറി ഇമോഷൻ ആയിട്ടാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ കുറെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്ട്രെസ്സും എല്ലാം അടിഞ്ഞു കൂടിയിട്ട് അത് അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് വരുന്നതായിരിക്കാം. അപ്പൊ ഈ പറഞ്ഞ മാതിരി കുറെ ആക്ടിവിറ്റീസ് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്ത് അത് ശരിയാക്കുക എന്നുള്ളൊരു സംഭവം അതിലോട്ട് പോവാന്നുള്ളതാണ്. അതുപോലെ നമ്മളിപ്പം കേരളത്തിൽ മഴക്കാലത്ത് പ്രളയം വരുന്നു, അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടാവുന്നു, ഇത്തരം കാര്യങ്ങൾ ഇപ്പം നമ്മൾ അടുത്തായിട്ട് കുറച്ചധികം കേൾക്കാറുണ്ട്. അപ്പം ശരിക്കും മലയോര മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ മഴ വരുന്ന സമയത്ത് അവർക്ക് ഭീതി കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്, ഒരു ആങ്സൈറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന ആങ്സൈറ്റി അതിനെ നമുക്ക് മറികടക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക? അതൊരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ആക്ച്വലി എന്ത് ന്യൂസാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോഴ്സ് അത് എവിടെ നിന്ന് വരുന്നു. ഇപ്പം പാനിക് അടിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ വെറുതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ ആൾക്കാർ വെറുതെ ഭീതി ഉണ്ടാക്കിയിട്ട് ന്യൂസുകൾ ഇടും. അത് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 1-2 ന്യൂസുകൾ നമ്മൾ അങ്ങനെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം AI അൽഗോറിതം വെച്ചിട്ട് അത് കണ്ടിന്യൂസ്ലി അതുപോലത്തെ തന്നെ ഇൻഫർമേഷൻ നമുക്ക് കൊണ്ടുവരും. അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് ഭീതി കൂടും. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ 2018 ഫ്ലഡ് പ്രളയം കഴിഞ്ഞിട്ട് ആൾക്കാർ ഭീതി ഉണ്ട്. എസ്പെഷ്യലി ഇപ്പം കോസ്റ്റൽ ഏരിയാസിൽ താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ ഉരുൾപൊട്ടലൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ഭീതിയാണല്ലോ. ഇനി അടുത്തത് എന്താണ്, നെക്സ്റ്റ് എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു പാനിക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പം വീട്ടിൽ തന്നെ നമുക്ക് എന്താ പറയുക, അതിനൊരു ഈ പറഞ്ഞ ഫസ്റ്റ് ന്യൂസ് കൺട്രോൾ ചെയ്യുക, റിലയബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് ഇൻഫർമേഷൻ എടുക്കുക. പിന്നെ ഇപ്പം നമുക്ക് ഏകദേശം അറിയാം നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇതിലൊക്കെ പ്രോൺ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എമർജൻസി ആയിട്ട് കോൺടാക്ട്സ് വെക്കുക കയ്യിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ കോൺടാക്ട്സിലോട്ട് വിളിക്കുക. നമ്മൾ ഒരു സാധനം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഡിസാസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇപ്പം ആക്റ്റീവ് ആണല്ലോ. അപ്പോൾ സജീവമായിട്ട് അവർ നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹായം നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു സാധനം ഡീപ് ബ്രീത്തിങ് സ്ട്രാറ്റജിയാണ്. അപ്പം നമുക്ക് പാനിക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നതും അതാണ്. നമ്മൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കുക, ബെല്ലി ബ്രീത്തിങ് എന്ന് പറയുന്ന സാധനം. പിന്നെ നമ്മളത് ശ്വാസം വായിൽ കൂടെ ഊതി വിടുക. ഇങ്ങനെ
ഇൻഹെയിൽ ചെയ്യുക, ഈ സാധനം ഇത് നമുക്ക് നല്ല രീതിക്ക് വർക്ക് ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മുടെ സിസ്റ്റം കാം ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മഴക്കാലം നമുക്ക് വലിയ സ്ട്രെസ് ഒന്നും ഇല്ലാതെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ 3-4 ടിപ്സും കൂടെ പറഞ്ഞുതരാം. നമുക്ക് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ പറ്റിയ സമയമാണ് ഇത്. കാരണം നമ്മൾ അകത്തിരിക്കുകയാണ്. പിന്നെ ഈ സമയം ഒരു പോസിന് ഉപയോഗിക്കാം. നമുക്ക് കാര്യങ്ങൾ നമ്മളെ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ ആ ഒരു ബാക്കിയുള്ള സീസണുകളിലൂടെ നമ്മൾ പോയിട്ടുള്ള ജേർണി നോക്കുക. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലേണിങ്സ് എന്താണെന്ന് നോക്കുക. അപ്പം നമുക്ക് കുറേ ഫെയിലിയേഴ്സോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ അങ്ങനെ നമുക്ക് തിരിച്ചടികളോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എഴുതി ഒരു സ്ഥലത്തേക്ക് വെക്കാം. എന്നിട്ട് അതൊക്കെ അതിൽ നിന്ന് എന്തൊക്കെ പാഠമാണ് നമ്മൾ പഠിച്ചത്, ലേണിംഗ് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവ്സ് വരുമല്ലോ. അപ്പം അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചിട്ട് ആ പാഠങ്ങൾ ലൂടെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ഒന്ന് ആലോചിച്ച് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് ഇത്. പിന്നെ നമ്മളിപ്പം നേരത്തെ നമുക്കിപ്പം ഇപ്പോഴത്തെ ഹ്യൂമൻ റേസ് കൺഫൈൻമെന്റ് ഒരു പ്രശ്നമല്ല. കാരണം കോവിഡ് തരണം ചെയ്ത ഒരു ആൾക്കാരാണ് നമ്മൾ. അപ്പം നമുക്ക് മഴക്കാലം ഒരു പ്രശ്നം ഇപ്പം അല്ല. അപ്പം അതുകൊണ്ട് അന്നേരം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ ആൾക്കാർ ഹോം ഷെഫ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി വന്നു. അത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണുള്ളത്. അവർ അതിലോട്ട് പോയി. ഇപ്പം പടം വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അത് മറന്നുപോയി, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിന്റെ പ്രശ്നങ്ങൾ കാരണം ചെയ്യാത്ത ആൾക്കാർ അതിലോട്ട് പോയില്ലേ ക്രിയേറ്റീവായിട്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാം. കുട്ടികളാണെങ്കിൽ ഇപ്പം എന്താ പറയുക, സ്കൂളിലേക്ക് പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുമ്പം പാരൻസ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് ഇപ്പോൾ പസിൽസ്, മൈൻഡ് ക്രാഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളിൽ കുട്ടികളെ എൻഗേജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പണ്ടത്തെ ഈ ബോർഡ് ഗെയിംസ് അതൊക്കെ ഇപ്പൊ പോയി കിടക്കാണ്, അതെല്ലാം വന്നു. ഇതെല്ലാം നമുക്ക് ചെയ്യാം. നമുക്ക് അകത്ത് തന്നെ ഇരുന്നിട്ടുള്ള കുട്ടികളിലൂടെ താഴെ നിലത്തിരുന്നിട്ടുള്ള കളികളില്ലേ, അതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പൊ കൂടുതലും കുട്ടികളും എന്താ പറയാ ഒന്ന് ക്രിയേറ്റീവും അങ്ങനെയൊക്കെ ആയി കുട്ടികളും മാറും. അപ്പോൾ കുട്ടികൾക്ക് ബോർഡം പേടിയാണല്ലോ, മീൻസ് അത് ഇഷ്ടമല്ല കുട്ടികൾക്ക്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ബോറടിച്ചായിരിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ വർക്കാവുന്നത് ശരിക്കും. അപ്പൊ അതെല്ലാം നമുക്ക് ചെയ്യാം. ആക്ച്വലി എല്ലാവർക്കും മഴ എന്ന് പറഞ്ഞാൽ ജോൺസൺ മാഷും കട്ടൻ ചായയും മഴയും പ്രണയവും ഒന്നുമല്ല. ചിലർക്ക് അതൊരു ആങ്സൈറ്റി ആയിട്ടൊക്കെ മാറാറുണ്ട്. അപ്പൊ ഈ ആങ്സൈറ്റി വരുന്ന സമയത്ത് അല്ലെങ്കിൽ പേടി തോന്നുന്ന സമയത്ത് എന്തൊക്കെ മുൻകരുതലാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് സംസാരിച്ച് ഇന്ന് അനുമാമാണ്. താങ്ക് യു സോ മച്ച് മാം, ഇത്രയും സമയം നമുക്ക് ഒപ്പം ചെലവഴിച്ചു. താങ്ക് യു ക്രിസ്റ്റീന.